ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് സാധനം, വളരെ കുറച്ച് സാധനം, ഒരു 1000 രൂപേൻ്റെയും താഴെ വരുന്ന സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. മൊത്തം 1000 രൂപയ്ക്ക് താഴെ ആയിട്ടുള്ളൂ. ഒരു 800 രൂപ 700 രൂപ ഒന്നും ആയിട്ടില്ല. അതിലേയും കുറച്ച് സാധനം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇവിടെ ആദ്യം തന്നെ ഞാൻ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിനാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുന്തൻസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു 5-6 കുന്തൻസൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ ഇതിന് ചെയിൻ്റെ ബാക്കിലിടാണ്. ഞാൻ പിന്നെ ഒരു 2-3 ആംഗ്ലറ്റും വിചാരിക്കുന്നുണ്ട് ഉണ്ടാക്കാൻ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇൻവിസിബിൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലെയറും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. പ്ലെയറും കട്ടൊന്നും വാങ്ങിയില്ല. എൻ്റെ കയ്യിലുള്ളൊരു പ്ലെയർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കുന്തൻസാണ് ഉള്ളത്. ഞാൻ വാങ്ങിയതാണ്, ഇത് ഉണ്ടാക്കിയതല്ല. അതിലേക്ക് ഞാൻ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഷെയ്ഡിലുള്ള ഗിയർ ലോക്കാണ് എടുത്തത്. അപ്പം ഞാൻ ഈ ഗിയർ ലോക്കും ജസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് പൊട്ടിച്ചിടുന്നുണ്ട്. ചെയിന് ആവശ്യമില്ലത്ര ഞാനിത് എടുക്കുന്നുണ്ട്. നമ്മളെ കഴുത്തിലൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇതിവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അപ്പുറമായിട്ട് ഈ ഗിയർ ലോക്ക് ഇട്ടു. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചെയിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് സെൻറ്ററിലാണ് രീതിയിൽ എടുത്തിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല കറക്റ്റായിട്ട് തന്നെ ലോക്ക് ചെയ്യാം.
പൊന്നൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ അടുത്തതും ഇതേപോലെ കോർത്തെടുക്കാം. പ്ലെയർ ആ ഒരു പ്ലെയർ അല്ല, അതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കോർത്തെടുക്കാൻ. ഞാൻ 3 കോർത്തെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ട് വിചാരിക്കുന്നത്. ഇനി നമുക്ക് 2 കൂടി ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തെടുക്കാം. എല്ലാം കോർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബാക്കിൽ ഇത് വെച്ചിട്ട് റിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഇതാണ് നമ്മളിവിടെ വെക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇത് വെച്ചിട്ട് ബാക്ക് ചെയിൻ ഇങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു റിങ് എടുക്കാം. ആദ്യമൊക്കെ ഇതൊരു സ്പ്രിങ് ടൈപ്പ് ആയിരുന്നു കിട്ടാറ്. എന്നിട്ട് അതിൻ്റെ ഓരോ കഷ്ണം ഇങ്ങനെ റിങ് പോലെ പൊട്ടിച്ചെടുക്കലാണ്. ഇപ്പം ഇത് ഇങ്ങനെ റിങ് പോലെയാണ്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുത്താൽ മതി, അങ്ങനെയുള്ള ടൈപ്പാണ്. നമുക്കൊരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതാകുമ്പം സേഫാണ്. നമുക്ക് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചെയിനിട്ട് ശേഷം ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങോട്ട് എടുക്കാം. വളച്ച് ഈ ഒരു ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം കേട്ടോ. എടുത്തിട്ടുണ്ട്, ഗിയർ ലോക്കിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് ഇനി ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല, കറക്റ്റ് അവിടെ അങ്ങോട്ട് ടൈറ്റായി നിന്നു പോകും. ഇനി നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന പോർഷൻ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. പോർഷൻ കട്ട് ചെയ്ത് ഇവിടെ ലോക്ക് പോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ ഞാനിങ്ങനെ ഒരു അഡ്ജസ്റ്റബിൾ ആണ് എടുത്തത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളച്ച് നമുക്ക് ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. എത്ര ഇവിടെ ഒരു ഇതുപോലെ കിടക്കണം എന്ന് നോക്കിയിട്ട് ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് ബാക്കി വരുന്ന പോർഷൻ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഇൻവിസിബിൾ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ചെയിൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ഓരോ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം. ഈ നമുക്ക് 2 ടൈപ്പ് കൊലുസ് ഉണ്ടാക്കാം. ഒരു സിൽവർ കൊലുസും ഒരു
ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടും ഞാനൊരു കൊലുസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്.